ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഭരതചരിത്രം. ഋഷഭപുത്രനാകും ഭരതനാകപ്പിന്നെ വൃഷമാർഗേണ പരിപാലിച്ചാനവനിയേ. വിശ്വമോഹിനിയായ കന്യകാ പഞ്ചജനി വിശ്വരൂപാത്മജയെ കൈക്കൊണ്ടാനതുകാലം 5 മക്കളുമുണ്ടായി വന്നിതു പഞ്ചജനിക്ക്. 5 ഭൂതങ്ങൾ മായതങ്കലുണ്ടായ പോലെ സുമതി രാഷ്ട്രഭൃത്തു മൂന്നാമൻ സുദർശനൻ പിന്നീടാവരണനും ധൂമ്രകേതുവും നാമം. ഭാരതഖണ്ഡമാകും തന്നെ രാജ്യം പിന്നെ പാരാതെ പകുത്തുടനെ ഇവർക്കും കൊടുത്തുപോയി. സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ച അന്തർസിനായി സാളഗ്രാമോപലങ്ങൾ കൊണ്ടലങ്കൃതനായി സ്വച്ഛയാം ചക്രനദി തന്നെ തീരത്തിങ്കൽ സ്വച്ഛമാം ആശ്രമവും ഉണ്ടാക്കി വസിക്കുന്ന ആൾ നിത്യ അനിത്യാദികളെ വസ്തുവിചാരം കൊണ്ട് ശുദ്ധാന്തകരണനായി തത്വജ്ഞാനവും വന്നു. ഭക്തിയും ദിനം പ്രതി വർദ്ധിച്ചു. ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു യുക്തനായിരുന്നു ഉപാസിക്കുന്ന ആളൊരു ദിനം മധ്യാഹ്നേ ചെന്നു നിന്നു ഗണ്ഡകി തീരസ്ഥലേ. ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻപേട വന്നിട്ട പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ. അന്നേരം അരികെ നിന്നലറിയിടുന്ന സിംഹം തന്നുടെ നാദം കേട്ടു പേടിച്ചു മാൻപേടയിൽ ഓടിപ്പോയി മറുകരെ കരയേറുവാനായി. ആടൽ പൂണ്ടുടൽ വിറച്ചോടിന നേരം തന്നെ ഗർഭസ്ഥയായ കിടാവ് അപ്പോഴേ പിറന്നുടനപ്പുഴ തന്നിൽ വീണങ്ങൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മാൻപേടയും. സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെ ഒഴുകുന്ന മാൻകിടാവിനെ കണ്ട് കാരുണ്യവശാലുടൻ എടുത്തു ഭരതനും പാരാതെ കൊണ്ടുപോയാൻ തന്നെ ആശ്രമത്തിൽ. ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ മാൻകിടാവോടുകൂടി. മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നിതു ഭരതനതു കാലം. തന്നെ നിയമങ്ങൾ അതിനെ വളർത്തിയാൽ ഒന്നൊന്നേ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞിതു. കാലം കൊണ്ടില്ലാതെയായി വന്നിതു നിയമങ്ങൾ. കാലവും പോയതുള്ളിലറിയായിലേതു. അതിനെ കാണുമ്പോഴും കാണാതെ വാഴുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ചു മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാഴും കാലം. ഈശ്വര വിലാസങ്ങൾ എന്തെയോ പറയാവത്. സ്നേഹപാരവശ്യം കൊണ്ട് ആഹന്ത ഭരതനും മോഹവും വളർന്നിതു മറന്നു തപസ്സല്ല. ഹരിണകുളകമാം ഇതിന്നു ഞാനും നീയെ ശരണമാരുമില്ല ഗണവും പിരിഞ്ഞുപോയി. ഹരിണി പെറ്റപ്പോഴേ മരണം പ്രാപിച്ചിതു. ശരണാഗത പരിപാലനം ധർമ്മമല്ലോ. പാലനമനുദിനം പോഷണം പ്രീണനവും ലാളനം ഇവറ്റിനെ കാലമുള്ളിതു മുറ്റു. ആസനടന
സ്നാനശയനാശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല. ഫലമൂലൗതകാതി പൂവോടു ചമതപ്പുൽ പലവും ഇവ തേടിപ്പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല വിശ്വാസം. അതു നേരം ഇച്ഛയാ വഴിയേ കൂടോടിപ്പോമതു താനും. മുഗ്ധഭാവവും നോക്കി നിന്നിടും മധ്യേ മധ്യേ ശക്തി പൂണ്ടതിനെ ചെന്നെടുക്കും. അയ്യോ പാവം, ശക്തിയിൽ ഇതിനെന്നോ കഴുത്തിലെടുത്തിടും. ഒക്കത്തു തട്ടിക്കൊള്ളുമൊട്ടിടയിടെ ചെമ്മേ മാറത്തും മടിയിലും പുറത്തും പറ്റിച്ചിടും. ദൂരത്തു നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും. ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ പാരാതെ ചെന്ന് നോക്കും തിന്മാനും കൊടുത്തിടും. വിളിക്കും അരികവേ മണ്ടി വന്നിടും നേരം കളിക്കും പിന്നെ പരിചരിക്കും ഓരോരോ തരം. പതുക്കെ പതുപ്പുള്ള രോമങ്ങൾ അമരുമാറെടുത്തും തലോടിയും പുണർന്നും കൊണ്ടാടിയും മറ്റൊന്നില്ല കാലം മുറ്റും ഇങ്ങനെ തനിക്കുറ്റമാൻപേടയുമായി മരുവീടിന കാലം. മരണമടുത്തിതു ഭരതന് അതു കണ്ടു കരണങ്ങളും എല്ലാം തളർന്നു ചമഞ്ഞിതേ. കിടക്കുന്നേടത്തു ചെന്ന അധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നൊരു മാൻകിടാവിനെ നോക്കി മനസ്സതാരിൽ നിരൂപിച്ചിതു സന്താപത്താൽ. ഞാനിനി മരിച്ചിടും ഇപ്പോഴുതിനു ശേഷം കാനനദേശ സിംഹവ്യാഘ്രാതി ദുഷ്ടൗഘങ്ങൾ മാനിനെ പിടിച്ചു തിന്നിടും എന്താവതയോ. ഒട്ടുമേ മനുഷ്യരെ പേടിയിൽ ഇതിനിപ്പോൾ ദുഷ്ടരാം കാട്ടാളന്മാർ എയ്തു കൊന്നിടുകയോ. രക്ഷിപ്പാൻ ഇതിനാരുമില്ല എന്നതല്ല, പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളും ഉണ്ടുതാനും. ഇത്തരം ഓരോ തരം ചിന്തിച്ചു ഭരതനും ചിത്തത്തിൽ കൃഷ്ണ മൃഗരൂപവും നിഴലിച്ചു. അരികെ നിൽക്കുന്ന ഒരു ഹരിണ കുണകത്തെ സ്മരിച്ചു. മരിച്ചുടൻ ജനിച്ചു ഹരിണമായി. ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു. മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നിരുന്നത് അകമേ ചിന്തിച്ചത സംഘമുണ്ടാകാനായി. മാൻകൂട്ടത്തിങ്കൽ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം ബുക്കാനവൻ. തീർത്ഥസ്നാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ ധാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാൻ അവനുടൻ. ചൊല്ലെഴുന്നോരം ഗിരപ്രവരനായുള്ള ഒരു നല്ല ഭൂസുരൻ പണ്ടു രണ്ടു വീട്ടിരിക്കും നാൾ. ഒരുത്തി വെറ്റുണ്ടായതു 9 തനയന്മാർ. ഒരുത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാൾ. എന്നതിൽ കുമാരനായി പിറന്ന മഹീശ്വരൻ മുന്നേ തൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൽ സംഘദോഷത്തെ പേടിച്ച് ആദിയെ കുമാരനും മംഗലം വരുത്തുവാൻ കൈക്കൊണ്ടാൻ മൗനവ്രതം. ജാതകർമാദിക്രിയ സർവവും യഥാവിധി താതനും അനുഷ്ഠിച്ചു. മൂകനെന്നിരിക്കലും ബുദ്ധി സംസ്കാരത്തിനായി എത്ര വസ്തുക്കൾ ചെയ്താൻ വ്യർത്ഥമായി ചമഞ്ഞിതു താത സാഹസമെല്ലാം. ജലനോ ബധിരനോ മൂകനോ പുനരിവൻ എഴുതെല്ലാവർക്കും ചെമ്മേ തിരിച്ചു കൊള്ളുവാനും ഉപനിച്ചിതു താതനക്കാലം കുമാരനും. ജപഹോമാദി കർമ്മമൊന്നുമേ പോകാതാനും 4 ആണ്ടുകാലം മിനക്കെടാതെ ചൊല്ലിച്ചിട്ടും
ബാലനും പഠിച്ചില ഗായത്രി കുറഞ്ഞൊന്നു ആയതു കുമാരനെ ശിക്ഷിച്ചു തന്നെ കാലം പോയതു ജനകനും മരിച്ചാലതുകാലം തന്നെ മിഥുനത്തെ സപത്നി വക്കലാക്കി പിന്നാലെ തീയിൽ പാഞ്ഞു മരിച്ചാൾ ജനനിയും ഭ്രാതാക്കന്മാരും ഇവൻ ജളനെന്നിറക്കയാലേതുമേ കൊടുക്കയില്ല ഉപജീവിപ്പാൻ പോലും ആരാനും ഒരു വേല ചൊല്ലുകിൽ അതും കേൾക്കും ഏതാനും കൊടുക്കിലങ്ങ് ഉപജീവിക്കും താൻ അതിൻ്റെ ഗുണദോഷം അന്വേഷിക്കുകയുമില്ല അധികമെങ്കിൽ അത് സൂക്ഷിക്കുമാറുമില്ല ഏതാനും നൽകിയെങ്കിൽ പോരാ എന്നതുമില്ല ഏതും ആരുമേ നൽകിയില്ല എങ്കിലോ വേണ്ട താൻ അക്കാലം ഭ്രാതാക്കന്മാർ അവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ട് അവിടെ ഇരുത്തിയാർ നെല്ലുകാപ്പതിന് അവൻ ചെന്നിരുന്നതിൽ പിന്നെ നെല്ലിനു കേടു കുറഞ്ഞൊന്നുമുണ്ടായില്ലല്ലോ ദുഷ്ടജന്തുക്കളൊന്നും അധിക്കിൽ ചെൽകയില്ല ദുഷ്ടനായി എവിടെ വാണിയിടിന കാലത്തിങ്കൽ ദുഷ്ടത മുഴുത്തൊരു ശൂദ്രാധിപതി തനിക്കിഷ്ടമായിരിപ്പൊരു സന്തതി ഉണ്ടാവാനായി ആളറുത്തഴുകോട് ചോറ് നൽകണം ഭദ്രകാളിക്കെന്നുറച്ചുടൻ ഭൃത്യന്മാരോട് ചൊന്നാൻ എങ്ങാനും തിരഞ്ഞൊരു നല്ലൊരു പുരുഷനെ നിങ്ങൾ കൊണ്ടുവരിക എന്നു കേട്ടവർ പുറപ്പെട്ടാർ നീളവേ നടന്നവർ കണ്ടിതുമാടം തന്നിൽ നീളവും തടിപ്പുമേറിയിടിന പുരുഷനെ തൽക്ഷണം തെളിഞ്ഞവർ പിടിച്ചു കെട്ടിയിടിനാർ ശൂദ്രാധിപതി മുൻപിൽ കൊണ്ടുചെന്നത് കാലം ആർദ്രമാ മനസ്സോടും പൂജിപ്പാൻ ഒരുമ്പെട്ടാൻ കുളിപ്പിച്ച് അഴുകിയ കോടി കൊണ്ടുടുപ്പിച്ചു കളഭമാല്യങ്ങളാൽ അണിഞ്ഞ് അങ്ങ് അവനുടൽ കാളിക്കു പൂജ കൊടുത്തിടിന ധരാസുരൻ കാളി മന്ത്രവും ചൊല്ലിയിട്ട് അറുപ്പാനൊരുമ്പട്ടാൽ വാളെടുത്തോങ്ങും നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്ക് ചൂട് പിടിച്ചിരുന്നുകൂടായികയാൽ ചീളന്നു വാളും എടുത്ത് അട്ടഹാസം ചെയ്തു കൂളികളോടും ഭൂതവൃന്ദങ്ങളോടും വന്നു കാളിതാൻ അറുത്തിതു ശൂദ്രാധിപതി തല വാളുമായി നിൽക്കും ധാത്രീദേവന്റെ തലയതും അറുത്ത തല കൊണ്ട് വന്താടിക്കളിക്കുകയും പെരുത്ത കോപത്തോട് മലർച്ചിരിക്കെ ബ്രാഹ്മണ വധത്തിന് കോപ്പിട്ട ജനങ്ങളും ബ്രാഹ്മണ തേജസ് കൊണ്ട് ഒക്കവേ നശിച്ചുപോയി എല്ലാം ഈശ്വരൻ എന്ന് നിർണയിച്ചിരിപ്പവർക്കില്ലൊരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും വാളുമായി കഴുത്തറുത്തിയിടുവാൻ ഓങ്ങുമ്പോഴും കാളിതൻ കോപമുടൻ ഇങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായില്ല അവനുള്ളിൽ ആധികളില്ല സാക്ഷാജ്ഞാനികൾക്കെന്നു നൂനം ഉന്നതൻ രഘുഗണനാഗ്യ സിന്ധുരാജൻ തന്നെ ആചാര്യനാങ്കവിലൻ തന്നെ കാണാൻ പോകുന്ന നേരം അവൻ തണ്ടെടുപ്പിച്ചിടിയാൻ ആകുലം അതിനുണ്ടായതില്ലവനേതും എന്നതിന് അവകാശം വന്നവാറുര ചെയ്യാം മന്നവ കേട്ടുകൊള്ളുകമായ വൈഭവമല്ല പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുടൻ ചില ഭടന്മാർ ഉര ചെയ്തിടിനാർ മന്നവൻ എഴുന്നള്ളത്താകുന്നതറിക നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ അരുൾ ചെയ്തു തണ്ടെടുപ്പതിനൊരു ഭാഗത്തേക്കൊരു പുമാനുണ്ട് പോരായിക അതിനാകുന്നിതറിഞ്ഞാലും എന്നിവ പറഞ്ഞു കൈ പിടിച്ചു കൊണ്ടുപോയാർ അന്നേരം ആന്തോളികാവാഹകന്മാരുമെല്ലാം ആകുലം അതിനുമുണ്ടായതില്ലവനേതു വേഗം പോകായിക കൊണ്ട് ഭർഷിച്ചാൻ നൃപേന്ദ്രനും അന്നേരം നൃപൻ തന്നോട് ഉത്തരമുര ചെയ്താൻ
മന്നവൻ അറിഞ്ഞതു ദിവ്യനെന്നതു നേരം